സിനിമയിലേതുപോലെ വേഷപ്പകർച്ചകളില്ല, നാട്യങ്ങളില്ല. എങ്കിലും ജീവിതത്തിൽ നായികാവേശം. ബിന്ദുവിന് പറയാനുള്ളത് ഒരു കാലയളവിന്റെ അനുഭവങ്ങൾ. 15 വർഷങ്ങളിലധികമായി നഗരം ശുചീകരിക്കുന്നതിന്റെ തഴമ്പുണ്ട് കയ്യിൽ. IFFK വേദിയിലാണ് ഇനി ഒരാഴ്ചക്കാലം ജോലി. കൊട്ടകയ്ക്ക് പുറത്തെങ്കിലും തന്നിലെ സിനിമാ പ്രേമിയെ ഓർത്തെടുക്കുന്നു. നിലവിൽ ജീവിത സാഹചര്യം പഴയതുപോലല്ല. ജോലി കഴിഞ്ഞ് സമയമില്ലെന്ന് സ്വയം സമാധാനിക്കുകയാണ്. പരിഭവമേതുമില്ല. തിരക്ക് കഴിഞ്ഞാൽ തകൃതിയിൽ IFFK വേദികൾ ചുറ്റിക്കറങ്ങുന്നതാണ് ഇപ്പോഴത്തെ ശീലം. ഇതുപോലുള്ള ആൾക്കാരെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ കാണാൻ പറ്റും, നമ്മുടെ നഗരങ്ങളിലൊക്കെ. പിന്നെ ഇപ്പോൾ ഹരിതകർമ്മ സേനക്കാർ. കാര്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓരോ ജോലിക്കും ഇത്തരം രീതികൾക്ക് നമ്മൾ ഒരു കമ്പനികളൊക്കെ അല്ലെങ്കിൽ മറ്റു രീതികളിൽ IPS വിശ്വസ്ത സേവാ മെഡലൊക്കെ കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇവർക്ക് ഇതുപോലെ ഒന്ന് കൊടുത്തുകൂടാ? കാരണം നമ്മുടെ നഗരമൊക്കെ ശുചീകരിക്കുന്നതൊക്കെയല്ലേ. ഞാനിപ്പോൾ ആ രജനീകാന്തിൻ്റെ സിനിമയിലെ ഒരു പാട്ട് ഓർത്ത് പോകുന്നു, നമ്മുടെ ദേവൂടാ എന്ന് പറഞ്ഞത്. സാക്കടയ്ക്കുൾ പോയി ശുദ്ധം ചെയ്യും ചില പേർ, 4 നാൾ ലീവ് ഓട്ടാൻ നാറിപ്പോകും ഓര്. അതായത് സെപ്റ്റി ടാങ്ക് ക്ലീൻ ആക്കുന്നവർക്ക് ഒരു 4 മാസമൊക്കെ ലീവ് എടുത്താൽ നാറിപ്പോകും. അതുകൊണ്ട് ഇവരൊക്കെ ഒന്നും ലീവ് എടുത്തു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? അതുപോലെ തീർച്ചയായിട്ടും നമ്മുടെ പ്രധാനമായും വൃത്തിയാക്കുന്നവരെയും ഇതുപോലുള്ള ജോലിക്കാരെയൊക്കെ ഇവരെക്കുറിച്ച് നമ്മൾ ബഹുമാനിക്കും. ഇവരെക്കുറിച്ചൊരു കവിത എഴുതിയിട്ടുണ്ട് ബാലചന്ദ്രൻ ചുള്ളിക്കാട്. അതിൻ്റെ 5ലോ 6ലോ എങ്ങാണ്ട് എത്ര ക്ലാസ്സിലാണ് പഠിക്കണതെന്ന് എനിക്ക് ഓർമ്മയില്ല. തൂപ്പുകാർ എന്ന് പറഞ്ഞൊരു കവിത എഴുതിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവരെയൊക്കെ പോലുള്ള ഒരാൾക്കാരെയാണ് നമ്മൾ കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സേവനം ചെയ്യുന്നൊരു വേദിയിലിരുത്തി ഒരുപാട് പേര് അഭിനന്ദിച്ചിട്ടൊക്കെ ഉണ്ട്, അവാർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതുപോലുള്ള ആൾക്കാരെ കൂടുതൽ പരിഗണിക്കുകയും ചെയ്യണം, ഇച്ചിരി ശമ്പളം കൂട്ടി കൊടുക്കുകയും ചെയ്യണം. അവർക്കും പിന്നെ അവർക്ക് ഈ ബോണസും അവധിയൊക്കെ അവർക്കും കൊടുക്കണം.